സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ എന്ത് ഭാവിച്ചാണ് അടിക്ക് തിരിച്ചടി എന്ന രീതി വിട്ട് ആദ്യം അടിക്കുന്ന നയത്തിലേക്ക് ഇറാൻ മാറിയോ? എന്തിനാണ് ഇറാൻ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ വെറുതെ അല്ല ഇറാൻ ജോർദാനിലെ അമേരിക്കൻ താവളത്തെ ലക്ഷ്യമിട്ടത് എന്നാണ് റിപ്പോർട്ട്. അതിന് 4 കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്നും കാണാതെ ഇറാൻ ഒരു ആക്രമണവും നടത്തില്ല എന്നതാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും ഇപ്പോൾ വാർത്താ ഏജൻസികൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന അമേരിക്കൻ വേർഷൻ അല്ല ഇറാന്റെ നീക്കത്തിനുള്ള കാരണങ്ങൾ. ആ കാരണങ്ങളിലേക്ക് വിശദമായി എത്താം. അതിനു മുമ്പ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഇറാൻ ജോർദാനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പ്രതികാരമായി അമേരിക്ക കനത്ത ആക്രമണമാണ് ഇറാനിൽ അഴിച്ചുവിട്ടത്. ഖേഷം ദ്വീപിലെ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ചത്. ഇതിനെ തുടർന്ന് ഇറാൻ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളിലേക്ക് കനത്ത തിരിച്ചടി നടത്തി. ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ താവളങ്ങളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ജോർദാനിലെ അൽ അസ്രഖ് എയർബേസിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3 F-35 യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്നാണ് ഇറാൻ വിപ്ലവ സേന അറിയിക്കുന്നത്. ഏകദേശം 900 കോടി രൂപ വരെ വില വരുന്ന വിമാനങ്ങളാണ് F-35 യുദ്ധവിമാനങ്ങൾ. അങ്ങനെയുള്ള 3 F-35 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നാണ് ഇറാൻ വിപ്ലവ സേന അറിയിക്കുന്നത്. മാത്രമല്ല 3 F-35 യുദ്ധവിമാനങ്ങൾക്ക് കനത്ത നാശനഷ്ടം വരുത്തുകയും ചെയ്തു എന്ന് ഇറാന്റെ വിപ്ലവ സേന പറയുന്നു. ആക്രമണത്തിൽ എയർബേസിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങളായ തസ്നീം ന്യൂസ് ഏജൻസിയും പ്രസ് ടിവിയും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യം അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതിരോധ മിസൈൽ ക്ഷാമം കാരണം ഇറാന്റെ ആക്രമണത്തെ അമേരിക്കൻ സൈന്യത്തിന് വേണ്ട രീതിയിൽ തടയാൻ കഴിഞ്ഞില്ല എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കുവൈറ്റിലാണ് ഇറാന്റെ ആക്രമണത്തിൽ പതിവ് പോലെ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ചൈനീസ് കമ്പനിയിലെ തൊഴിലാളി മരിച്ചുവെന്നാണ് കുവൈറ്റ് സർക്കാർ അറിയിക്കുന്നത്. ഈ കമ്പനി കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. അതുമാത്രമല്ല കുവൈറ്റിലെ പ്രധാനപ്പെട്ട ഓയിൽ ഫെസിലിറ്റിക്ക് നേരെയും വൈദ്യുത ജലവിതരണ നിലയങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ഇവിടെ തീപിടുത്തമുണ്ടായി. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ നിരവധി ഫയർഫോഴ്സ് ജീവനക്കാർക്കും എണ്ണ കമ്പനി ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളായ ക്യാമ്പ് ആരിഫ് ജാൻ, അലി അൽ സലേം എയർബേസ് എന്നീ കേന്ദ്രങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇവിടെ എത്രത്തോളം നാശനഷ്ടം ഉണ്ട് എന്ന് സ്ഥിരീകരണം വന്നിട്ടില്ല. സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. നിരവധി സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. ഹോർമൂസിലും ആധിപത്യം തുടരുകയാണ് ഇറാൻ. അമേരിക്കൻ വ്യോമസേനയുടെ സംരക്ഷണയിൽ ഹോർമൂസ് കടലിടുക്കിന്റെ തെക്കൻ പാതയിലൂടെ, അതായത് ഒമാന്റെ അടുത്തുകൂടിയുള്ള പാതയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 2 വലിയ എണ്ണക്കപ്പലുകളെ ഇറാൻ സൈന്യം തടഞ്ഞു. അമേരിക്കൻ വ്യോമസേന ഉണ്ടായിരുന്നിട്ടും ഇറാൻ സൈന്യം തടഞ്ഞു. ഇതിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും കടുത്ത തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. ഇതേ തുടർന്ന് 2 കപ്പലുകളും യാത്ര ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭീഷണികളും ഇടപെടലുകളും അവസാനിക്കാതെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കില്ല എന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. കപ്പലുകൾ തങ്ങളുടെ അനുമതിയോടെ തങ്ങൾ നിശ്ചയിച്ച പാതയിലൂടെ മാത്രമേ പോകാവൂ എന്നും അതിന് പ്രത്യേക നികുതി നൽകണം എന്നുമാണ് ഇറാന്റെ വിപ്ലവ സേന വീണ്ടും അറിയിക്കുന്നത്. അതിനിടെ കടുത്ത സുരക്ഷാ ആശങ്കകൾക്കിടയിലും 3 ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി ഖത്തർ എനർജിയുടെ LNG കപ്പൽ ഹോർമൂസ് വഴി ഇറാൻ കടത്തിവിടുകയും ചെയ്തു. ഇത് ഇറാനും ഖത്തറും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് എന്നാണ് സൂചന. അതായത് വേണ്ടവരെ ഇറാൻ കടത്തിവിടുന്നുണ്ട്. ഇറാന്റെ അനുമതി ഇല്ലാതെ കടന്നു പോകുന്ന കപ്പലുകളെ കൃത്യമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ആധിപത്യ രീതിയിൽ തന്നെയാണ് ഇറാൻ ഹോർമൂസിൽ തുടരുന്നത്. അതായത് ഒരു ഭാഗത്ത് അടിക്ക് തിരിച്ചടി എന്ന പോളിസി ശക്തമായി ഇറാൻ തുടരുന്നു, മറുഭാഗത്ത് ഇങ്ങോട്ട് ആക്രമിക്കാതെയും അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനും ഇറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ മാറ്റം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ചാണ് വിശദമായി പറയാനുള്ളത്. ജൂലൈ 29 ബുധനാഴ്ച പുലർച്ചെയാണ് ഇറാന്റെ സർപ്രൈസ് ആക്രമണം ഉണ്ടായത്. ജോർദാനിലെ മുവാഫക് സാൽത്തി എയർബേസിന് നേരെയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത്. ജോർദാന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകളെ വിജയകരമായി വെടിവെച്ചിട്ടു എന്നാണ് അമേരിക്കയും ജോർദാനും പറയുന്നത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അമേരിക്കൻ സൈന്യം അറിയിച്ചു. ഇറാന്റെ ഈ നീക്കം കാരണമാണ് ട്രംപ് കടുത്ത നിലപാടിലേക്ക് മാറിയതെന്നും ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണമെന്നുമാണ് അമേരിക്കൻ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. എന്തിനാണ് ഇറാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് അറ്റാക്ക് ജോർദാനിലേക്ക് നടത്തിയത്? പ്രധാനപ്പെട്ട കാരണം
ഇറാൻ തങ്ങളുടെ സൈനിക തന്ത്രത്തിൽ വരുത്തിയ മാറ്റം തന്നെയാണ്. മാത്രമല്ല, ഈ ആക്രമണത്തിന് മുമ്പും പിമ്പും ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആക്രമണത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ ആദ്യം പറയാം, അതിനുശേഷം മുമ്പ് നടന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താം. ഇറാൻ ജോർദാനിലേക്ക് നടത്തിയ ആക്രമണം ബുധനാഴ്ച പുലർച്ചെ ആയിരുന്നുവെങ്കിൽ അതിനുശേഷം ബുധനാഴ്ച പകൽ അമേരിക്കയിൽ മറ്റൊരു സംഭവം നടന്നു. മറ്റൊന്നുമല്ല, ഒരു കൂടിക്കാഴ്ച, ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച. ഇറാന്റെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിക്കാൻ ഇസ്രയേൽ അമേരിക്കയോട് അനുമതി ചോദിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയത്. ഇതുകൂടി കണക്കിലെടുത്താണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇറാൻ മുന്നറിയിപ്പ് ആക്രമണം നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതായത്, നെതന്യാഹു വീണ്ടും ട്രംപിനെ പറഞ്ഞു തിരിക്കുമെന്നും നയതന്ത്ര നീക്കങ്ങൾ അട്ടിമറിക്കുമെന്നും ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു ഇറാൻ ജോർദാനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഇറാൻ്റെ മാറിയ സൈനിക തന്ത്രമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പല നയതന്ത്ര നിരീക്ഷകരും ഇറാൻ്റെ നയം മാറ്റത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. മുൻപൊക്കെ ശത്രുക്കൾ ആക്രമിച്ചാൽ മാത്രം പ്രതികരിച്ചിരുന്ന ഒരു തിരിച്ചടി രീതിയാണ് ഇറാൻ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ആ ഇറാൻ ഇപ്പോൾ മാറി ഭീഷണി മണത്തെറിഞ്ഞ് മുൻകൂട്ടി ആക്രമിക്കുന്ന നയത്തിലേക്ക് മാറി എന്നുള്ളതാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം പറയുന്നത്. മാത്രമല്ല, അമേരിക്ക സഹിഷ്ണുത കൊണ്ടോ യുദ്ധം അടുത്തിട്ടോ അല്ല ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് നേരത്തെ പിന്തിരിഞ്ഞത് എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട്. അത് പ്രതിരോധ മിസൈൽ ക്ഷാമം കൊണ്ടും മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ടുമാണ് എന്നുള്ളത് ഇറാൻ വിലയിരുത്തുന്നു. വലിയ ആക്രമണത്തിന് ഉള്ള ഒരു തയ്യാറെടുപ്പായിട്ടും ഇറാൻ ഇതിനെ വിലയിരുത്തുന്നു. മാത്രമല്ല, ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദവും ട്രംപിന് മേലുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ പിന്മാറി നിന്നിട്ട് കാര്യമില്ല എന്ന ഒരു നയത്തിലേക്ക് അല്ലെങ്കിൽ വിലയിരുത്തലിലേക്ക് അല്ലെങ്കിൽ നിഗമനത്തിലേക്കാണ് ഇറാൻ എത്തിച്ചേർന്നത്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച തങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ തുടക്കമാണ് എന്നുള്ള കാര്യവും ഇറാൻ തിരിച്ചറിഞ്ഞു. തങ്ങളുടെ സാമ്പത്തിക നട്ടെല്ലായ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വന്നതോടെ അമേരിക്കയുമായി ചേർന്ന് ഇസ്രയേൽ അത് നടപ്പാക്കുന്നതിന് മുമ്പ് പ്രതിരോധ കവചം തീർക്കുക എന്നതായിരുന്നു ഇറാൻ ജോർദാനിലേക്ക് ആക്രമണം നടത്തി ലക്ഷ്യമിട്ടത്. തങ്ങളെ തൊട്ടാൽ മേഖലയിലാകെ യുദ്ധമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ജോർദാനിലേക്ക് നടത്തിയ ഇറാൻ്റെ ആക്രമണം എന്ന് തന്നെ പറയാം. ഇനി ജോർദാനിലേക്ക് ഇറാൻ നടത്തിയ സർപ്രൈസ് അറ്റാക്കിന് മുമ്പ് നടന്ന കാര്യത്തിലേക്ക് വന്നാൽ, അത് സൗദിക്കൊപ്പം ചേർന്ന് അമേരിക്ക ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകൾക്ക് നേരെ നടത്തിയ ആക്രമണമാണ്. അവിടെ ഇറാൻ്റെ സൈനിക ഉപദേശകർ ഉൾപ്പെടെ 20 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇറാന് കഴിയില്ല. അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. തങ്ങളുടെ പ്രതിരോധ സംഘത്തിന് കിട്ടിയ പ്രഹരമായിട്ട് തന്നെയാണ് ഇറാൻ ഇതിനെ കണ്ടത്. സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങളിലേക്ക് ഇറാഖിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ അനുകൂല മിലിഷ്യകളെ സൗദിയും അമേരിക്കയും ലക്ഷ്യമിട്ടത്. എന്നാൽ തങ്ങൾ അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ അനുകൂല സംഘങ്ങൾ പറഞ്ഞത്. ഇറാഖിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം നടന്നതിൻ്റെ ഒരു തെളിവും ഇല്ല എന്ന് ഇറാഖ് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും മിലിഷ്യകളെ, ഇറാൻ അനുകൂല മിലിഷ്യകളെ സൗദിക്കൊപ്പം അമേരിക്ക ലക്ഷ്യമിട്ടത് തങ്ങൾക്കെതിരായ പുതിയ നീക്കത്തിൻ്റെ തുടക്കമാണ് എന്ന് വിലയിരുത്തി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇറാൻ ജോർദാനിലേക്ക് സർപ്രൈസ് അറ്റാക്ക് നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. അതായത്, ഇറാൻ ജോർദാനിലേക്ക് നടത്തിയ ആക്രമണം പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക പ്രതികരണമല്ല, മറിച്ച് 4 കാരണങ്ങൾ കൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 1, മാറിയ സൈനിക നയം. 2, ട്രംപ് ഭരണകൂടം ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിയത് സഹിഷ്ണുത കൊണ്ടല്ല എന്നുള്ള വിലയിരുത്തൽ. 3, നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച. 4, സൗദിക്കൊപ്പം അമേരിക്ക ഇറാഖിലെ ഇറാൻ അനുകൂല സംഘങ്ങളെ ആക്രമിച്ചത്. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഹോർമൂസുമായി ബന്ധപ്പെട്ട ഒമാന്റെ അനുനയ നീക്കങ്ങളും പരാജയപ്പെട്ട അവസ്ഥയിലാണ് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഹോർമൂസുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും ഉൾപ്പെടുന്ന സംയുക്ത പ്രാദേശിക സംവിധാനം ഉണ്ടാക്കാൻ ഒമാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ ഈ ഒമാന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഹോർമൂസ് വീണ്ടും തടസ്സപ്പെട്ടതോടെ ആഗോള വിപണിയിൽ എണ്ണവില വലിയ രീതിയിൽ കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാൻ കടുത്ത നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ സൈനിക തന്ത്രം മാറ്റിയ സ്ഥിതിക്ക് അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും മുന്നിൽ 2 വഴികളാണ് ഉള്ളതെന്നാണ് നയതന്ത്ര രംഗത്തെ ആളുകൾ പറയുന്നത്. അത് ഇങ്ങനെയാണ്: ഒന്നുകിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ടതും മറ്റുമായ ഇറാൻ്റെ ചില തന്ത്രപരമായ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഹോർമൂസ് ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം എന്നിവയെ ബാധിക്കുന്ന ദീർഘകാല സംഘർഷം നേരിടുക. എന്തായാലും നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച അതിനിർണായകമായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അത് പശ്ചിമേഷ്യയുടെ ഭാവി അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിർണ്ണയിക്കുമെന്നാണ് റിപ്പോർട്ട്.
1.5 മണിക്കൂർ അടച്ചിട്ട മുറിയിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയതുമില്ല. ഇറാന്റെ അതീവ രഹസ്യ ആണവ കേന്ദ്രമെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്ന പിക് ആക്സ് മൗണ്ടനെ കുറിച്ചുള്ള രഹസ്യ അന്വേഷണ വിവരങ്ങൾ നെതന്യാഹു ട്രംപുമായി പങ്കുവച്ചു എന്നാണ് വിവരം. ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് വരെ ഇറാന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ ഉടനടി ആക്രമിക്കണമെന്ന ഇസ്രയേലിന്റെ താൽപ്പര്യത്തോട് ട്രംപ് ഭരണകൂടത്തിന് പൂർണ്ണമായ യോജിപ്പുണ്ടായിരുന്നില്ല. നയതന്ത്ര ചർച്ചകൾക്ക് ട്രംപ് അല്പം കൂടി സമയം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ നെതന്യാഹു കൂടുതൽ കടുത്ത സൈനിക നീക്കങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. നെതന്യാഹുവിൻ്റെ സ്ഥിരം നയം അതുതന്നെയാണ്. ഈ ഭിന്നതകൾ, അതായത് ആക്രമണം നടത്തണമെന്ന് നെതന്യാഹു വേണ്ട, തൽക്കാലത്തേക്ക് വേണ്ട എന്ന് ട്രംപ്, ഈ ഭിന്നതകൾ പരിഹരിക്കാൻ 90 മിനിറ്റ് നീണ്ട ചർച്ച സഹായിച്ചു എന്നാണ് റിപ്പോർട്ട്. സംഭാഷണം അത്യുഗ്രൻ എന്നാണ് ഇരു നേതാക്കളുടെയും ക്യാമ്പുകൾ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ വീണ്ടും നെതന്യാഹു ഹൈജാക്ക് ചെയ്യുന്നോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം. എന്തായാലും ഇറാൻ പിന്നോട്ടില്ല, എന്തിനും തയ്യാറാണ് എന്ന നിലപാടാണ് ഇറാൻ ആവർത്തിക്കുന്നത്. മധ്യസ്ഥ നീക്കങ്ങൾ വീണ്ടും സജീവമാകുമോ, അതോ ഇറാനും അമേരിക്കയും ആക്രമണങ്ങൾ തുടരുമോ, അതിലേക്ക് ഇസ്രയേൽ കൂടി പങ്കുചേരുമോ, ഇതൊക്കെയാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ട കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് സമാധാന നീക്കങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് ഇല്യാസ്. നന്ദി, നമസ്കാരം.